വെൽക്കം ടു FS cookery vlogs. എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ബീഫ് വെച്ചിട്ടുള്ള റെസിപ്പിയാണ് ബീഫ് കറി. ഇന്നലെ ഞാൻ അപ്ലോഡ് ചെയ്തിരുന്ന ബൊറോട്ടയുടെ കൂടെ ഉണ്ടാക്കിയ കറിയാണിത്. അസൽ കോമ്പിനേഷനായിട്ടുള്ളൊരു കറിയാണ്. ബൊറോട്ടയുടെ കൂടെ മാത്രമല്ല, നമുക്ക് അപ്പം, ഇടിയപ്പം, പുട്ട്, പൊറോട്ടി ഇതിൻ്റെ കൂടെ എല്ലാം പോകുന്ന ഒരു അസൽ കറിയാണേ. ഇനി അതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. അതിനാവശ്യമായിട്ട് 1/2 കിലോയോളം വരുന്ന ബീഫ് കഴുകി ഡ്രെയിൻ ചെയ്ത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് 3ഉം കൂടി നന്നായിട്ട് ചതച്ച് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് 1 പിടിയോളം കൊച്ചുള്ളി ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിനാവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, മുളക് പൊടി, കുരുമുളക് പൊടി ഇത്രയും കൂടി ചേർത്ത് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണേ. അത്രയും ചേർത്ത് നന്നായിട്ട് ഇളക്കുക. അതിലേക്ക് 1 പിടിയോളം കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ കുക്കറിൽ വേവിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം വേവിച്ചെടുക്കാനേ. നമുക്ക് കിട്ടുന്നത് വെള്ളമില്ലാത്ത ബീഫാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളവും കൂടെ ആഡ് ചെയ്ത് നമുക്ക് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇവിടെ ബീഫ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള മസാല പ്രിപ്പയർ ചെയ്യാം. അതിനാവശ്യമായിട്ട് 2 സവാള എടുത്ത് സ്ലൈസ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി അടുപ്പിലേക്ക് വേറൊരു പാൻ വെച്ചതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് ഗ്രാമ്പൂ, പട്ട, ഏലക്ക, പെരിഞ്ചീരകം ഇത്രയും ചേർത്ത് ഒന്ന് താളിച്ചെടുക്കാം. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മൂപ്പിക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് സവാളയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ആ സവാള ഒന്ന് വാടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. നമ്മൾ നേരത്തെ ബീഫ് വേവിച്ചപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് കണക്കാക്കിയിട്ട് വേണം നമുക്കിവിടെ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വാടി വരുമ്പോൾ, സവാളയിൽ നിന്ന് വാടി വരുമ്പോൾ അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അരച്ചത് ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിൻ്റെ റോ സ്മെല്ല് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം. ഇനി ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി ഈ ഉള്ളിയുടെ ആ ഒരു നിറമൊക്കെ മാറുന്ന ആ ഒരു സ്റ്റേജിൽ നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അതിനാവശ്യമായിട്ട് മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി, അതുപോലെ പെരിഞ്ചീരകപ്പൊടി, കാശ്മീരി ചില്ലി പൗഡർ ഇത്രയും ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഈ മൂപ്പിച്ചെടുക്കുമ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം മൂപ്പിച്ചെടുക്കാനേ. അതിനുശേഷം നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ബീഫ് ചേർത്ത് കൊടുത്തതിന് ശേഷം എത്രയാണോ നമുക്ക് കറിയുടെ കൺസിസ്റ്റൻസി ആവശ്യം അത്രയും വെള്ളവും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എപ്പോഴും ചൂടുവെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും ബെറ്റർ ആയിട്ടുള്ളത്. പിന്നെ ഇങ്ങനെ അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു സ്റ്റേജിൽ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ കറി നന്നായിട്ട് കറുത്ത് വരാനായിട്ട് സഹായിക്കും. ഇനി ഈ ഒരു സ്റ്റേജിൽ തന്നെ നമുക്ക് എരിവ്, പുളി, ഉപ്പ് എല്ലാം ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇല്ലെങ്കിൽ അതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ കറി റെഡിയായി.